പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിട്ടുള്ള ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാത്രി സ്വപ്നം കാണുകയാണ്. ഒരു 5-6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ബാലൻ വന്നിട്ട് പറയുകയാണ്, എനിക്ക് പച്ചപ്പയർ കൊണ്ട് ഉപ്പേരി വേണം, ഇത്തിരി പച്ചപ്പയർ നാളെ അമ്പലത്തിൽ എത്തിച്ചു തരുമോയെന്ന്. അയാളുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് പച്ചപ്പയർ തനിക്ക് ഉപ്പേരിക്കായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു സ്വപ്നം. ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന ഒരു സാധനം ആവശ്യപ്പെടുക എന്നത് ഒരു ഭക്തന് മാത്രം കൈവരുന്ന പരമഭാഗ്യമാണ്. ആ ഭക്തൻ്റെ സന്തോഷം വർദ്ധിച്ചു. അങ്ങനെ ആ ഉറച്ച വിശ്വാസത്തോടു കൂടി ആ ഭക്തൻ പിറ്റേ ദിവസം തന്നെ രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് കുറേ നല്ല പച്ചപ്പയറും പറിച്ചെടുത്തിട്ട് ക്ഷേത്രത്തിനടുത്തെത്തി ക്ഷേത്രത്തിലെ അധികാരികൾക്ക് കൊടുത്തു. ഉപ്പേരി ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കാൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സ്വപ്നത്തിൽ ഭഗവാൻ തന്നോട് പയർ ആവശ്യപ്പെട്ട വിവരം അവരെ ധരിപ്പിച്ചു. അയാൾ പറഞ്ഞ സ്വപ്നവൃത്താന്തമൊന്നും അവിടെയുള്ള ആ ക്ഷേത്രത്തിലെ അധികാരികൾ ആരും വിശ്വസിച്ചില്ല. എങ്കിലും ഭഗവാനുള്ള ഒരു വഴിപാടാണല്ലോ എന്ന് കരുതിയിട്ട് അവരതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഭഗവാനെ നിവേദിച്ചു. എന്നാൽ ശ്രദ്ധക്കുറവ് കാരണം അത് കരിഞ്ഞു പോയി. അത് വകവയ്ക്കാണ്ടാണ് ആ കരിഞ്ഞ ഉപ്പേരി ഭഗവാന് നിവേദിച്ചത്. അന്ന് രാത്രി ഭഗവാൻ വീണ്ടും ആ ഭക്തന് സ്വപ്നത്തിൽ ദർശനം നൽകി. ഇന്ന് കൊണ്ടുവന്ന് കൊടുത്ത പയറുകൊണ്ടുണ്ടാക്കി ഉപ്പേരി കരിഞ്ഞു പോയി, അതുകൊണ്ട് നാളെ കുറച്ചുകൂടി പയർ കൊണ്ടു കൊടുത്ത് ഉപ്പേരി ഉണ്ടാക്കി നിവേദിക്കാൻ പറയുമെന്നായിരുന്നു ആ ദിവസത്തെ സ്വപ്നത്തിലെ നിർദ്ദേശം. ഭക്തൻ പിറ്റേ ദിവസവും കുറേ പച്ചപ്പയറും പറിച്ചെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അധികാരികളെ ഏൽപ്പിച്ചു. തലേ ദിവസം ശ്രദ്ധയില്ലാണ്ട് ഉപ്പേരി ഉണ്ടാക്കിയതുകൊണ്ട് കരിഞ്ഞു പോയിരുന്നല്ലോ, അതിനാൽ ഇന്ന് ശ്രദ്ധാപൂർവ്വം ഉപ്പേരി ഉണ്ടാക്കി നിവേദിക്കണമെന്നും അപേക്ഷിച്ചു. അത് കേട്ടതും ക്ഷേത്രത്തിലെ ആൾക്കാർ അങ്ങനെ അത്ഭുതപ്പെട്ടുപോയി. തലേ ദിവസം ഉപ്പേരി കരിഞ്ഞ കാര്യം ഇയാളെങ്ങനെ അറിഞ്ഞു? അയാൾ തൻ്റെ സ്വപ്നവൃത്താന്തം പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. എല്ലാവരും അയാളുടെ ഭക്തിയുടെ മുമ്പിൽ നമസ്കരിച്ചു. അത്രയ്ക്കും ഭക്തിയുള്ളവർക്കും ഭാഗ്യവാന്മാർക്കും മാത്രം കിട്ടുന്ന അസുലഭ അനുഗ്രഹമാണ് ആ പുണ്യാത്മാവിന് ലഭിച്ചത്.